അല്ല നീ ഇവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന എടാ, ഇന്ന് ഒരുപാട് പണിയുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. ഇന്ന് 100ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഒരുപാട് ജോലി നമുക്ക് ഇവിടെ തീർക്കണം. ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് നമുക്ക് നല്ല സെലിബ്രേഷൻ ഒക്കെ ചെയ്യണം ഇന്നത്തെ എപ്പിസോഡിൽ. പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് കളിച്ചോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. നീ പിന്നെ ഇവിടുത്തെ പുതിയ ആളാണ്, നിനക്ക് പിന്നെ ഇവിടെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയം കാണൂല. പേടിക്കണ്ട, സ്തുതി എണ്ണമുണ്ട്. ഞാൻ നിനക്ക് ഈ സ്ഥലമെല്ലാം നിനക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ്. ഇത് നീ കണ്ടിട്ടില്ലെങ്കിൽ നോക്കിയോ, ഇതാണ് എൻ്റെ ബേസ്. ഞാൻ വന്നപ്പോൾ ഇവിടെ ഈ ഒരു മല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ തുടക്കം മുതലേ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കത് അറിയായിരിക്കും. എന്നാലും ഞാൻ പിന്നെയും പറഞ്ഞുതരും. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു മല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മലേനെ ബക്കറ്റ് മല എന്ന് വിളിച്ചു. ഇതാണ് എൻ്റെ ബക്കറ്റ് മല. അപ്പോൾ തുടക്കത്തിൽ ഇതിനകത്ത് വേറെ ഒന്നുമില്ലായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ താടിയും എൻ്റെ പൗരുഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എൻ്റെ ബുദ്ധിയും എൻ്റെ പൗരുഷം എല്ലാം വച്ച് ഞാൻ ഒരുപാട് ഈ ഒരു ബേസ് അപ്ഗ്രേഡ് ചെയ്തു. അതിനകത്ത് ഒരുപാട് സ്റ്റോറേജൊക്കെ റെഡിയാക്കി. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ട്രീ ഹൗസ് വേണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഇരിക്കുന്ന വീട് കണ്ട, അതെൻ്റെ പഴയ സീരീസിലുള്ള വീടാണ്. അത് അടിപൊളി വീടല്ലേ അത് കൊള്ളാമെന്ന് പറയാം. നല്ല വീടാണത്. പിന്നെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു വില്ലേജ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് എപ്പിസോഡിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വില്ലേജാണിത്. ഇതവിടെ വലിയ ലൈബ്രറിയൊക്കെ ഉണ്ട്. അതിനകത്ത് ഇത് ബേബി വില്ലേജറിന് പഠിക്കാൻ പറ്റും. പിന്നെ എന്നെ പോലത്തെ VIP പഠിക്കാൻ കരുതി പ്രത്യേക റൂമൊക്കെ മേളിലുണ്ട്. അതൊക്കെ സെറ്റപ്പാണ് എൻ്റെ മേളിൽ. പിന്നെ ബൈ വെൽക്കം ടു മൈ വേൾഡ്. വെൽക്കം. പിന്നെ നിൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, വീഡിയോയുടെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാക്സിമം ക്വാളിറ്റിയിലോട്ട് ഈ ഒരു വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ഓക്കെ, അപ്പോൾ നീ ഒന്ന് ചുറ്റിനും ഒന്ന് കറങ്ങി കാണും. ഇതൊക്കെയാണ് എൻ്റെ ബിൽഡ്. എന്നെ നോക്കാനല്ല, കറങ്ങി നോക്കാൻ. കൊള്ളാമോ? പിന്നെ നമുക്ക് അകത്ത് ബേസിലോട്ട് അകത്തുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറേജ് റൂം. നിനക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു സ്ഥലമൊക്കെ നീ പണ്ടേ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറേജ് റൂം. ഇവിടെയാണ് എൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ ചെറിയ സ്റ്റോറേജ് റൂം. ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ ഈ സ്റ്റോറേജ് ഇങ്ങനെയല്ലായിരുന്നു. ഇതിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്ഗ്രേഡൊക്കെ ചെയ്ത് ഈ ഒരു രീതിയിലാക്കി എടുത്തതാണ്. ഇനി വേറൊരു വലിയൊരു സ്റ്റോറേജ് താഴോട്ടുണ്ട്. അത് ഞാൻ പിന്നീട് താഴോട്ട് പോയിട്ട് കാണിച്ചു തരാം നിനക്ക്. പിന്നെ വേറെ ഒന്നുണ്ട്. നമ്മുടെ മീനുക്കുട്ടീനെ മറന്നു പോകരുത്. മീനുക്കുട്ടി എല്ലാ സീരീസിലുള്ളതാണ്. മീനുക്കുട്ടി വെച്ച് ഇതാണ് മീനുക്കുട്ടി. എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയത് മുതൽ മീനുക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒരുപാട് ഹെൽപ്പ് മീനുക്കുട്ടി എനിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്രീപ്പർ വരെയാണെങ്കിലും സോംബി വരെയാണെങ്കിലൊക്കെ മീനുക്കുട്ടി എനിക്ക് സിഗ്നൽ തരും. അവിടെ സൗണ്ട് ഉണ്ടാകും ക്രീപ്പറിൻ്റെയൊക്കെ. 1-2 പ്രാവശ്യം ഞാൻ അടിച്ച് കൊല്ലാൻ പോയി ക്രീപ്പറാണെന്ന് പറഞ്ഞിട്ട് ഇവളെ. പക്ഷേ ഞാൻ കൊന്നില്ല അവളെ. അതാണ് മീനുക്കുട്ടി. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ വേറൊരു സെക്കൻഡറി സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതാണ് എൻ്റെ സെക്കൻഡറി സ്റ്റോറേജ് ഏരിയ. ഇവിടെ ഞാൻ ഇപ്പോൾ ക്യാരറ്റൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ക്യാരറ്റൊക്കെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാർമിനകത്ത് ഒരുപാട് വരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇതിനകത്ത് തട്ടി വയ്ക്കും. കാര്യം ഫാർമിനകത്ത് ഒരുപാട് ചെസ്റ്റ് വയ്ക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അതിനെ വയ്ക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡറി സ്റ്റോറേജ് ഏരിയ. നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെസ്റ്റ് അടുക്കി അങ്ങ് വെച്ചിട്ടുണ്ട് അങ്ങ് അറ്റം വരെ. ഇവിടം തൊട്ട് ഇതോ അങ്ങ് അറ്റം വരെ ചെസ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 100, 120, 200, 300 ചെസ്റ്റ് ഉണ്ട് എന്തായാലും. ഇതിനകത്ത് ഗെയിമിനകത്തുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങ് അറ്റം വരെ. അത് സത്യമാണെന്ന് നോക്കരുത്, പക്ഷേ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. എന്നെ വിശ്വസിക്കണം നീ. എൻ്റെ ഈ താടി ഉണ്ട്. ഈ താടി കള്ളം പറയില്ല. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഒരുപാട് ചെസ്റ്റ് ഞാൻ അതേപോലെ വെച്ചിട്ട് ഐറ്റംസ് എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഐറ്റംസ് എല്ലാം ഇതിലോട്ട് വരാനായിട്ട് മേളിൽ ഞാൻ വേറൊരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. അവിടെ ഇടുമ്പോൾ അതെല്ലാം ഇവിടെ വന്നിട്ട് സോർട്ടാവും. ടെക്നിക്കൽ റെസ്റ്റോൺ. ഇതാണ് എൻ്റെ ഈ ഒരു സ്റ്റോറേജ് ഏരിയ. ഇനി മേലോട്ടോ വേറെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈ ദ വേ, നീ ഇപ്പോൾ പിന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് ട്രീ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ഞാൻ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് വേണ്ടി സെലിബ്രേഷന് വേണ്ടി സംഭവം ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാണ് എൻ്റെ ബീക്കൺ. ഈ ഒരു റെസ്റ്റോൺ അല്ലല്ലേ, ഇത് എമറൽഡ് ബ്ലോക്കൊക്കെ വെച്ച് ഞാൻ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ബീക്കൺ. ഇവിടെ 1, 2, 4, 5 എന്തുകൊണ്ട് എല്ലാ എഫർട്ടും എനിക്ക് ഈ ഒരു ബേസിന് നിന്നാൽ കിട്ടും. വെളി നൈറ്റായി കഴിഞ്ഞാൽ ഈ ഒരു ബേസിനകത്തുള്ള റൂൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കിടന്നുറങ്ങണം. നൈറ്റ് ആകുമ്പോൾ സമ്മതിക്കാൻ പാടില്ല ഈ ഒരു ബെഡിനകത്ത്. ഞാൻ എന്താ പറയുന്നത്, ഇവിടെ ഈ ഒരു കുഴിക്കകത്താണ് എൻ്റെ ഈ ഒരു ബെഡ് ഇരിക്കുന്നത്. ഞാൻ എന്താ വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂമും എൻ്റെ ബേസിൻ്റെ ആ ഒരു ഉൾഭാഗം. പിന്നെ വേറെ ഒന്ന് കാണിച്ചു തരാനുള്ളത്, ഇതാണ് എൻ്റെ ആത്മാവ്. ഇത് ഒറിജിനൽ ആത്മാവാണ്. ഞാൻ ഗെയിം തുടങ്ങിയപ്പോൾ ഈ ഒരു ആത്മാവാണ് കൊണ്ടുവന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് ഡൗട്ടൊന്നുമില്ല. ഇത് ഒറിജിനൽ ആത്മാവാണ്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ എൻ്റെ ഈ ഒരു വീടിൻ്റെ മാപ്പുണ്ട്. ഈ മാപ്പ് ഇപ്പോഴും വർക്കിന് പ്രോഗ്രസ് ആണ്. ഇതിനകത്ത് ഇനിയും എനിക്ക് ഒരുപാട് സംഭവമൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഈ ഒരു വോൾക്കാനോ ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തില്ലല്ലേ. അപ്പോൾ ഇത് വോൾക്കാനോ ഞാൻ അത് സമയം കിട്ടുമ്പോൾ ഇത് അപ്ഡേറ്റ് ആയിക്കോളും. ഇപ്പോൾ ഒരു സർക്കിളായിട്ട് ഇരിക്കുകയാണ് ഇവിടെ. ഞാൻ സമയം കിട്ടുമ്പോൾ വോൾക്കാനോ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തോളും.
അപ്പം ഒരു വലിയ അഗ്നിപർവ്വതമൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിനക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു ബേസിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ്. നല്ല രസമാണ് അത് കാണാനും. അതാണ് ഇവിടുത്തെ പരിപാടി. ഇതാണ് എൻ്റെ ഫാർമിംഗ് ഏരിയ. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഐറ്റംസ് എല്ലാം ഫാർം ചെയ്യുന്നത്. ഇവിടെ ഗെയിമിനകത്തുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഈ ഒരു ഏരിയക്കകത്ത് ഞാൻ ഫാർം ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഡയമണ്ട് ഉണ്ട്, എമറൽഡ് ഉണ്ട്, എല്ലാം നമുക്ക് ഈ ഒരു സ്ഥലത്തൊന്നും ഞാൻ AFK നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിക്കോളും. നെതറൈറ്റ് വരെ ഉണ്ട്. നെതറൈറ്റ് വരെ എനിക്ക് ഇവിടുന്ന് ഫാർം ചെയ്ത് കിട്ടും. അതിനൊക്കെ ഞാൻ ഫാർം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗെയിമിലുള്ളതിലെ ഏറ്റവും കൂടുതൽ ഫാർം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഈ ഒരു ലോകത്ത് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിലും വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം, അവരെക്കാളുമൊക്കെ ഏറ്റവും നല്ലതാണ് എൻ്റെ ഈ ഒരു ഫാർമിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇനിയും ഫാർമൊക്കെ വയ്ക്കാനായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ട്. പക്ഷേ എന്തൊക്കെ വയ്ക്കണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. കാര്യം ഗെയിമിനകത്തുള്ള ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനിയും ഫാർം ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഞാനത് ഉണ്ടാക്കിക്കോളാം. അതാണ് എൻ്റെ ഈ ഒരു സ്ഥലം. പിന്നെ ഒന്നും കണ്ണ് വയ്ക്കരുത്. എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. താങ്ക് യു. താഴെ വീണ് പോകരുത്. നമ്മളിപ്പോൾ നമ്മളെ ലൈബ്രറിയുടെ മേലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നതുണ്ട്. അത് ഞാൻ തന്നെ. അതൊക്കെ വാളും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഞാനാണ്. എന്നെ അതിനോട് നോക്കി വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഇല്ലേ കണ്ട? അതാണ് ഞാൻ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മിനി ഗെയിം ഏരിയ. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മിനി ഗെയിംസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്ലോക്കിൻ്റെ മേളിലോട്ട് നിന്നിട്ട് അവിടെ ഒരു ഇതിരിക്കുന്നുണ്ട്, ടാർക്ക് ബ്ലോക്ക്. അതിലോട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് മേളിലോട്ട് വരെ കത്തണം. മേളിലോട്ട് വരെ കത്തുന്നില്ല. മേളിലോട്ട് വരെ കത്തിത്തണ്ടേ? അത് ഉന്നം കറക്റ്റായിട്ട് ഇത് വയ്ക്കണം. ഞാൻ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞാൻ VFSൽ അത് കൊള്ളാത്ത രീതിയിൽ ചെയ്തതാണ്. ഇവിടെ പിന്നെ ഞാൻ VFS ഒക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. കാരണം പറഞ്ഞുതരാം, ഈ ഒരു വീടിനകത്ത് ഞാൻ ഒരുപാട് VFSും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അതായത് ഇടയ്ക്കൊക്കെ ഞാൻ ചാവുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അതെല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഞാൻ ജനറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേറെ മിനി ഗെയിമൊക്കെ ഇവിടെയുണ്ട്. ഈ ഒരു സ്ഥലം ഇപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇനിയും ഒരുപാട് ബിൽഡൊക്കെ ഇവിടെ വരാനുണ്ട്. അതെല്ലാം ഞാൻ ഉണ്ടാക്കും. ഓക്കെ, നീ ഇനി എന്ത് ചെയ്താലും എൻ്റെ അടുത്തോട്ട് മാത്രം നടന്നു വരരുത്. എന്നാൽ നീ ലാവയിൽ വീണിട്ട് നേരെ താഴെ പോയി ചാവും. അപ്പോൾ ഇതാണ് എൻ്റെ വോൾക്കാനോ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലാവയൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് കുളിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് കുളിക്കാറ്. കാര്യം എനിക്ക് തീയിൽ കുളിച്ചിട്ടൊന്നും പറ്റാറില്ല. ഞാൻ അങ്ങനെയാണ്. നമുക്ക് സാധാരണ വെള്ളത്തിലൊന്നും ഞാൻ കുളിക്കാറില്ല. അതങ്ങനെ പ്രോ പ്ലേയേഴ്സൊക്കെ അങ്ങനെയാണ്. ഇടയ്ക്ക് വെച്ച് എൻ്റെ താടിയൊക്കെ കത്തിപ്പോയി. അതൊന്നും കുഴപ്പമില്ല. കൊള്ളാമോ? കൊള്ളാമല്ലേ? കൊള്ളാമെന്ന് പറഞ്ഞോ? താഴെ നിന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. ലാഭം മേളിൽ നിന്ന് വരുന്നുണ്ടോ താഴോട്ട്? അതാണ് സംഭവം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കണം. അതായത് ഈ ആകാശത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കില്ലോ റോക്കറ്റ്, എനിക്ക് അത് ഒരുപാട് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആകാശത്തോട്ട് കുറച്ച് റോക്കറ്റ് വിട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, ആഘോഷിക്കാം. 100ാമത്തെ എപ്പിസോഡ്. ഹേയ്! അപ്പോൾ എൻ്റെ ഷൽക്കർ ബോക്സ്, എൻ്റെ ബ്ലാക്ക് ബാഗ്, ഇതിനകത്താണ് എൻ്റെ ഐറ്റംസെല്ലാം ഞാൻ വയ്ക്കാറ്. എന്ത് ബിൽഡ് ഉണ്ടാക്കിയാലും ഇതിനകത്താണ് വയ്ക്കാറ്. അപ്പോൾ എൻ്റെ ബിൽഡിങ് സാധനമെല്ലാം എടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. നീ ഇവിടെ നിന്ന് നോക്കിക്കോ. പടക്കം വെച്ചിട്ടുള്ള കളിയാണ്. ചിലപ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം ഇല്ലേ, ആദ്യം നമുക്ക് ഈ ഒരു ഡിസ്പെൻസർ ഇങ്ങനെ വച്ചിട്ട് ഈ ഒരു റെസ്റ്റോൺ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഒരു ലെവർ എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വയ്ക്കണം. അയ്യോ സോംബി, പോടാ എന്നെ ആഘോഷിക്കാൻ സമ്മതിക്കുന്നില്ല അവൻ. ഓക്കെ, അവനെ ഞാൻ തീർത്തു. നീ പേടിക്കണ്ട. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലെടുത്ത് ചാടിയിട്ട് ഈ ഒരു ഡിസ്പെൻസറിനകത്ത് നമുക്ക് ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് വയ്ക്കണം. റോക്കറ്റ് ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ സീരീസിന് സപ്പോർട്ട് തന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഇവിടെ തീർത്തു. ഇനിയും നമുക്ക് ഒരുപാട് എപ്പിസോഡ് ഇവിടെ തീർക്കാനും ഉണ്ട്. അതെല്ലാം നമുക്ക് പതിയെ ചെയ്ത് തീർക്കണം. എന്നെ സ്പീച്ച് പറയാൻ സമ്മതിക്കുന്നില്ല. പോടാ. നമുക്കപ്പോൾ പതിയെ ഓരോന്ന് തീർക്കണം. സോംബി പറയണേ. പതിയെ നമുക്കങ്ങനെ ഓരോന്ന് തീർക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ഒരു വീഡിയോ ഇരുന്ന് കണ്ടതിന് താങ്ക് യു. അപ്പോൾ നമുക്കിനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു റോക്കറ്റ് അങ്ങ് വിട്ടേക്കാം. പോട്ടെ, പോകുന്നു. അതാ പൊട്ടി തെറിച്ച്. കുറേ പോട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ.